ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ കനകയും ആദർശം കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മോനെ, എന്തൊക്കെയായാലും എൻ്റെ മോൾ ഇത്രയൊക്കെ ത്യാഗം ചെയ്യുന്നുണ്ട്, എന്നിട്ടും അതൊന്നും മോൻ്റെ അമ്മ മനസ്സിലാക്കുന്നില്ലല്ലോ. അതാണ് എൻ്റെ സങ്കടം. മോൻ്റെ അമ്മ മനസ്സിലാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, അവൾക്ക് ഒരിത്തിരി സ്നേഹം കൊടുക്കാമല്ലോ. പക്ഷേ അതുപോലും കൊടുക്കുന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഉടനെ എൻ്റെ മോളെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. അനന്തപുരിയിൽ ഇതാരും അറിയരുതെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ മോൾ അവിടെ വന്നു കഴിഞ്ഞാൽ ആരും ഇത് ഇരിക്കുകയാണെങ്കിൽ അവളെ ഇട്ട് പണിയെടുപ്പിക്കും. അതുമല്ല, ചിലപ്പോൾ പലരും അറിയുകയും ചെയ്യും. അവൾ ഈ അവസ്ഥയിൽ വരുമ്പോൾ ഇപ്പോൾ പണിയൊന്നും എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ അവിടെ എല്ലാവരും അറിയില്ലേ. അതുകൊണ്ട് അവളെ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം മോനെ. ഒരു സമാധാനമില്ല. എൻ്റെ മോള് എന്തൊക്കെ ത്യാഗം ചെയ്തിട്ടാണെങ്കിലും അവൾ അവളുടെ അമ്മായിയമ്മയെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ അവൾക്ക് ഇത്രയും വലിയൊരു ദുഃഖമാണ് മോൻ്റെ അമ്മ കൊടുക്കുന്നത്. എന്നിട്ടും അവൾ മോൻ്റെ അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അറിയാമേ, ഒരു കാലത്ത് ഞാനും അവളെ ഒരുപാട് വെറുത്തിരുന്നു. പക്ഷേ അവളുടെ നല്ല മനസ്സ് മനസ്സിലാക്കി ഞാൻ അവളെ സ്നേഹിച്ചു തുടങ്ങിയതാ. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പല കാര്യങ്ങളും തീരുമാനിച്ചത്. അതും തടസ്സമാക്കിയത് എൻ്റെ അമ്മ തന്നെയാണ്. പക്ഷേ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാവും അമ്മ. അമ്മ ധൈര്യമായിട്ടിരിക്കെ, ഒന്നും സംഭവിക്കില്ല. എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുവാൻ ദൈവമുണ്ട്. ഞാൻ ശബരിമലയ്ക്ക് പോയിട്ട് വരുമ്പോഴേക്കും അയ്യപ്പസ്വാമി എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി തരുമമ്മേ, അമ്മ കണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശം ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയം കനക, ഈശ്വര, എന്നാലും എൻ്റെ പൊന്നുമോള് അവൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിൽ എനിക്ക് നല്ല ടെൻഷനുണ്ട്. പേടിക്കണ്ടമ്മേ, എന്ത് ചെയ്യാനാ? അതുകൊണ്ട് തന്നെയാ ഞാൻ അവളോട് പറഞ്ഞത് വേണ്ട എന്ന്. പക്ഷേ ഡോക്ടറിൻ്റെ അടുത്ത് പോയി സ്വയം ഓരോന്ന് പറഞ്ഞ് ഡോക്ടറെ നിർബന്ധിച്ച് ചെയ്യിച്ചതാ. എന്ത് ചെയ്യാൻ പറ്റും? എനിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ അമ്മേ. ഞാനും അവളെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്, ഒരുപാട് അവളെ വെറുത്തിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ അവളെന്ന് വെച്ച ജീവൻ അമ്മേ, എൻ്റെ അമ്മയെക്കാളും മുകളില എനിക്കിപ്പോൾ അവൾ എന്നൊക്കെ പറയാം. മോനിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സ്നേഹിക്കേണ്ടവർ അവളെ സ്നേഹിക്കുന്നില്ലല്ലോ. അനന്തപുരിയിലേക്ക് വന്നാലും അവൾക്കവിടെ സങ്കടം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ മോളെ ഞാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. എൻ്റെ മോളൊരു പാവ, കഷ്ടപ്പാടറിഞ്ഞ് ജീവിച്ച മോളാ. എൻ്റെ ഗോവിന്ദേട്ടന് 2 അറ്റാക്ക് വന്നപ്പോഴും അവൾ ഒരുപാട് കഷ്ടപ്പെട്ടതാ. ഭാരം അവളുടെ ചുമലിലേറ്റിയതാ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കഷ്ടപ്പാടുകളെല്ലാം അവളുടെ തലയിലായിരുന്നു. അതെല്ലാം മനസ്സിലിട്ടുകൊണ്ട് രാവും പകലും ഒക്കെ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയിട്ടാണ് എൻ്റെ മോള് ഈ നിലയിൽ ഞങ്ങൾ എത്തിച്ചത്. ഇത്രയും വലിയൊരു നിലയിൽ, ഇത്രയും വലിയെന്ന് പറയാൻ ഒരുപാടൊന്നുമില്ല, എന്നാലും ഒരു വിധം ഞങ്ങൾക്ക് ജീവിക്കാനുള്ളത് മുഴുവനും ഉണ്ടായത് എൻ്റെ നയനമോള് കാരണം. എന്നിട്ടും എൻ്റെ നയനമോള് മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ ഭഗവാനെ ആർക്കും. അവളുടെ അമ്മായിയമ്മ അവളൊരിത്തിരി സ്നേഹിച്ചിരുന്നെങ്കിൽ അവൾ പിന്നെ ഈ ലോകത്തെ ഏറ്റവും വലിയ സന്തോഷമുള്ള മരുമകളായി മാറിയായിരുന്നു. കാരണം അവളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മോൻ്റെ അമ്മയുടെ ഒരിത്തിരി സ്നേഹമാണ്. എനിക്കറിയാമേ, എല്ലാം ശരിയാവും, ദൈവമുണ്ട് കൂടെ എന്നൊക്കെ പറഞ്ഞ് ആദർശ കനകയെ ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയം മോനെ, ഈ കാര്യം ഗോവിന്ദേട്ടനും അറിഞ്ഞിട്ടില്ല. പിന്നെ മോനെന്തായാലും അനന്തപുരിയിലേക്ക് അവളെ കൊണ്ടുപോകണ്ട, ഞാൻ കൊണ്ടുപോയിക്കോളാം. ഇനി എന്ന് നയനയ്ക്ക് അനന്തപുരിയിൽ ജീവിക്കാനുള്ള അർഹതയുണ്ടെന്ന് അവിടെയുള്ളവർ പറഞ്ഞു വിളിക്കുന്നു, അന്ന് മതി എൻ്റെ മോളുടെ അങ്ങോട്ടുള്ള വരവ്. അല്ലാതെ വേറെ ഒന്നും ഞാൻ തീരുമാനിക്കുന്നില്ല. അമ്മ പേടിക്കണ്ട, അങ്ങനെയൊന്നും സംഭവിക്കില്ലമ്മേ, എല്ലാം ശരിയാവും. എന്ത് ശരിയാവൻ? മോനറിയോ, മോൻ്റെ അമ്മ കുടിച്ച പാല് എൻ്റെ നയനമോള് കാച്ചി വെച്ച പാലാ. അതുമല്ല, എൻ്റെ നയനമോള് കാച്ചി വെച്ച പാല് മോൻ്റെ അമ്മ കുടിച്ചില്ലായിരുന്നെങ്കിൽ കുടിക്കേണ്ടിയിരുന്നത് എൻ്റെ നവ്യമോള്. അങ്ങനെയായിരുന്നെങ്കിൽ ഇന്ന് മോൻ്റെ അമ്മയെക്കാളും സീരിയസ് ആയിട്ടായിരിക്കും എൻ്റെ നവ്യമോള് ഇവിടെ കിടക്കേണ്ടിയിരുന്നത്. അവളുടെ കുഞ്ഞും നഷ്ടപ്പെട്ട് അവളുടെ ജീവനും അപകടത്തിലായി. ആകെ മൊത്തത്തിൽ അവൾ അവസ്ഥപ്പെട്ടു പോയായിരുന്നു. എനിക്ക് പേടിയുണ്ട് മോനെ. ഞാൻ ഒരുപാട് ആർഭാടം കാണിച്ചിട്ടുണ്ട്, ആഡംബര ജീവിതം നയിച്ചിട്ടുണ്ട്. നിങ്ങളുടെ തറവാടിന് മുന്നിലൂടെ പോകുമ്പോഴൊക്കെ നിങ്ങളുടെ തറവാട്ടിൽ കയറാൻ പറ്റുമോ എന്നൊന്ന് ചിന്തിച്ചിട്ട് പോലും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നിട്ടും നിങ്ങളുടെ വീട്ടിലേക്ക് മരുമക്കളായിട്ട് എൻ്റെ മക്കൾ വരുമെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. എന്നാൽ അങ്ങനെ സംഭവിച്ചു. പക്ഷെ സംഭവിച്ചപ്പോഴോ എനിക്കൊരു സമാധാനവും ഇല്ലാതായി. എൻ്റെ മക്കളുടെ ജീവനെ ചൊല്ലി എനിക്ക് പേടിയുണ്ട് മോനെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എങ്ങനെയെങ്കിലും ഒന്ന് 7 മാസം ആയി കിട്ടിയാൽ മതിയായിരുന്നു. 7-ാം മാസം ആയിക്കഴിഞ്ഞാൽ അവളെ കൂട്ടിക്കൊണ്ട് പോകാമല്ലോ. അതുകൊണ്ടാണ് മോനെ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് വിഷമിക്കുക. ഈ സമയം കരയുണ്ടമ്മേ, അമ്മ അവിടെ ചെന്നിരിക്കുക, എല്ലാം ശരിയാവും. നവ്യക്ക് ഒരബദ്ധം സംഭവിക്കില്ല, ഒപ്പം നയനയ്ക്കും എന്നൊക്കെ പറഞ്ഞ് ആദർശ ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയം കനക അവിടെ പോയിരുന്നിട്ട് ചാരി കിടന്ന് കരയുക. ഭയങ്കര കരച്ചിലാണ് കരയുന്നത്.
ഈ സമയം പിന്നീട് കാണിക്കുന്ന അനിയാണ്. അനി അനന്തപുരിയിൽ നിന്നും ആശുപത്രിയിലേക്ക് വരാനായിട്ട് ഇങ്ങനെ വരിക. അപ്പോഴാണ് നന്ദുവിൻ്റെ ഫോൺ. നന്ദുവിൻ്റെ കോള് കണ്ടതും എനിക്ക് ഭയങ്കര സന്തോഷമായി. അനി ഫോൺ എടുത്തു. ഹലോ നന്ദു, എന്താടോ? ഒരു സമാധാനം ഇല്ല അനി, അതാ ഞാനിപ്പോൾ വിളിച്ചത്. എന്താ, എന്തു പറ്റി? എന്നാലും എൻ്റെ നയനേച്ചി ചെയ്യുന്ന കാര്യമൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ നയനേച്ചിയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കഷ്ടമുണ്ട് അനി. എൻ്റെ ചേച്ചി അനന്തപുരിയിൽ കല്യാണം കഴിച്ച് വന്നതിന് ശേഷം എൻ്റെ ചേച്ചിക്ക് ഒരു സന്തോഷവും ഇല്ല, സമാധാനവും ഇല്ല. ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ ഓർത്തിട്ടാണെങ്കിൽ ടെൻഷൻ കൂടുക. അത് ശരിയാ നന്ദു, വലിയമ്മയ്ക്ക് ഇത്തിരി കൂടുതലാണ്. പിന്നെ നയനടുത്തിയാണല്ലോ വലിയമ്മയ്ക്ക് ബ്ലഡ് കൊടുത്തത്. അതിപ്പോൾ ആർക്കും അറിയത്തുമില്ല. അനന്തപുരിയിൽ എല്ലാവരിൽ നിന്നും അത് മറച്ചു വെച്ചിരിക്കുക. എന്തായാലും ഏട്ടത്തി ചെയ്യുന്ന ഈ വലിയ കാര്യം എങ്ങനെയെങ്കിലും വലിയമ്മ ഒന്ന് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയാണ്. അത് കേട്ടത് ഇപ്പോൾ രക്തം മാത്രമല്ല ചേച്ചി അത് പകർന്നു കൊടുത്തിരിക്കാൻ പോകുന്നത്, ചേച്ചിയുടെ കരളും കൂടിയാ. കരളും വലിയമ്മയ്ക്ക് പകർന്നു കൊടുക്കാനുള്ള തയ്യാറെടുപ്പില്ല. ഇനി ഓപ്പറേഷൻ കഴിഞ്ഞോന്നറിയില്ല. എന്തൊക്കെയാ നന്ദു ഈ പറയുന്നേ? അതെ അനി, വലിയമ്മയ്ക്ക് വേണ്ടി കരൾ കൊടുക്കുന്നത് എൻ്റെ ചേച്ചിയാ. ആദർശേട്ടൻ്റെ അമ്മ എൻ്റെ ചേച്ചിയെ ഒരുപാട് വെറുക്കുന്നുണ്ട്. എൻ്റെ ചേച്ചിയെ കാണുന്നത് പോലും ആദർശേട്ടൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല. എന്നിട്ടും എൻ്റെ ചേച്ചി സ്വയം നിർബന്ധം പിടിച്ച് ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഡോക്ടറിനോട് കാര്യങ്ങൾ അവതരിപ്പിച്ച് ആ വലിയമ്മയ്ക്ക് വേണ്ടി കരൾ കൊടുക്കുമായിരുന്നു. അത് കേട്ടതും ഈശ്വര, എന്നിട്ട് ഇത് എന്നോട് എന്തായാലും പറയാതിരുന്നേ? എനിക്കറിയില്ല. അപ്പം അനി ഇതുവരെ അറിഞ്ഞിട്ടില്ല അല്ലേ? ഇല്ല നന്ദു, ഞാനിപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് വരാം. ശരി അനി എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുക. ഈ സമയം ഫോൺ കട്ട് ചെയ്തതിന് ശേഷം നന്ദുവും ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. എന്നിട്ട് കനകയെ ആദർശം കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നന്ദു അങ്ങോട്ട് വരിക. എന്നാലും എങ്ങനെയുണ്ട് ഇപ്പോൾ ചേച്ചിക്ക്? കുഴപ്പമില്ല മോളെ, ICUവില്ല മോളെ, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയിരിക്കുക എന്നൊക്കെ പറയുകയാണ്. ഈശ്വര, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിയോ അമ്മ? എന്നാലും ചേച്ചിയുടെ ഒരു കാര്യമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദു കരയുക. വിഷമിക്കണ്ട മോളെ, എന്ത് ചെയ്യാനാ ആദർശേട്ടാ, എനിക്ക് നല്ല സങ്കടമുണ്ട്. എൻ്റെ ചേച്ചിക്ക് ഇങ്ങനെ അവസ്ഥയൊക്കെ വരുന്നത് ഓർക്കുമ്പോൾ നല്ല വിഷമമുണ്ട്. എൻ്റെ ചേച്ചി എന്തോരം എല്ലാവരെ സ്നേഹിക്കും, മനസ്സറിഞ്ഞ് സ്നേഹിക്കും. എന്നിട്ടും എൻ്റെ ചേച്ചിക്ക് കിട്ടുന്നത് മുഴുവനും ഇതുപോലുള്ള ആപത്തുകളാണ്. ഈ സമയം അനിയൻ വരിക. ആദർശേട്ടാ, എടാ അനി, ആരോടും പറയണ്ട, നയനയാടാ അമ്മയ്ക്ക് വേണ്ടി കരൾ പകർത്ത് നൽകുന്നത്. നയനയുടെ ജീവൻ തന്നെ അമ്മയ്ക്ക് വേണ്ടി പകർത്ത് നൽകുക. അത് കേട്ടതും ഞാൻ അറിഞ്ഞു ഏട്ടാ, നന്ദു എന്നോടെല്ലാം പറഞ്ഞു. അനിയുള്ളപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വരണ്ടെന്ന് കരുതിയതാ. പക്ഷേ വരാതിരിക്കാൻ പറ്റില്ലല്ലോ ആദർശേട്ടാ, അകത്ത് കിടക്കുന്നത് എൻ്റെ ചേച്ചിയല്ലേ. അപ്പം പിന്നെ എനിക്ക് എങ്ങനെയാണ് വരാതിരിക്കാൻ പറ്റുന്നത്? അതുകൊണ്ട് ആദർശേട്ടാ ഞാൻ വന്നത് എന്നൊക്കെ പറയുക. സാരമില്ല മോളെ, ഇവിടെ നിന്നോട് വരണ്ടാന്ന് ആരെങ്കിലും പറഞ്ഞോ? അത് കേട്ടതും അനാമിക എന്നെ കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് ഇവിടെ തീരെ പിടിക്കില്ല എന്നൊക്കെ പറയണം. സാരമില്ല മോളെന്തായാലും അവളെന്തായാലും പറഞ്ഞാൽ തിരിച്ച് നല്ലത് തന്നെ പറഞ്ഞോ. അതേ നന്ദു, വിട്ടുകൊടുക്കുമൊന്നും വേണ്ട. സത്യം പറഞ്ഞാൽ അവൾക്ക് എൻ്റെ വലിയമ്മയെ സഹായിക്കായിരുന്നു. അവളുടെയും വലിയമ്മയുടെയും ബ്ലഡ് ഗ്രൂപ്പ് ഒന്നാ. ബ്ലഡ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ തന്നെ അവൾ ജീവനും കൊണ്ട് ഓടിയതാ. കരളകാരം കൊടുക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ തീർന്നാനായിരുന്നു. അതോടുകൂടെ എല്ലാം വേണ്ട നീ എന്തിനാ വെറുതെ ഇനി അവളെ കൂടെ നിർബന്ധിക്കുന്നേ? നമ്മളൊന്നും ചോദിക്കാതെ തന്നെ എല്ലാം അറിഞ്ഞുകൊണ്ട് തരാൻ തയ്യാറായ ആളാ നയന. അങ്ങനെയുള്ളപ്പോൾ നയനയെ തള്ളിക്കളഞ്ഞ് ഇനി അനാമികയെ കൊണ്ടൊന്നും നിർത്തണ്ട, എല്ലാത്തിനും നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം എന്നൊക്കെ പറയണം. എന്നാലും പാവൻ നയനെടുത്തി എന്തൊരു ത്യാഗം ചെയ്യുന്നത്. അതെ അനി, അത് തന്നെ എൻ്റെ സങ്കടം. എൻ്റെ ചേച്ചി ഒരു പാവമാണ്. എന്നിട്ട് എൻ്റെ ചേച്ചിയെ മനസ്സിലാക്കാൻ അവിടെ ആർക്കും കഴിയുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ സങ്കടം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ ഡോക്ടർ വരിക. അപ്പോൾ ഡോക്ടറിനോട് ആദർശം കരകേക ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് ഡോക്ടറെ നയനമ്മോൾക്ക്? കുഴപ്പമൊന്നുമില്ല, കാര്യം സക്സസ്. എന്തായാലും മരുമകളുടെ കടമ നിറവേറ്റി. ഇനി അമ്മായിയമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അത് കേട്ടതും നമ്മുടെ കനക നെഞ്ചത്ത് കൈവയ്ക്കുക. സമാധാനമായല്ലോ എന്ന മട്ടിൽ, ആശ്വാസമായി എന്ന മട്ടിൽ. ഈ സമയം ഡോക്ടർ പോയി കഴിഞ്ഞതും നമ്മുടെ കനക അല്ലെങ്കിലും കരൾ പകത്ത് നൽകുന്നത് വലിയ വിഷയമൊന്നുമല്ലെന്നറിയാം. പക്ഷേ എന്നാലും അത് ആപത്തില്ലാത്ത കാര്യമാണെങ്കിലും എൻ്റെ മോളുടെ ശരീരത്തിൽ നിന്നും ഒരു അവയവമാണ് എടുത്ത് ദാനം ചെയ്തിരിക്കുന്നത്. എന്നിട്ട് പോലും എൻ്റെ മോളെ ഒന്ന് സ്നേഹിക്കാൻ ആ കുടുംബത്തിലുള്ള മോൻ്റെ അമ്മയ്ക്കും പിന്നെ മോൻ്റെ വലിയമ്മയ്ക്കും ഇളയമ്മയ്ക്കും അമ്മായിക്കും ഒന്നും പറ്റുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് മോനെ എൻ്റെ സങ്കടം. അതെല്ലാം ശരിയാവും അമ്മേ. എന്തായാലും നയനയുടെ നിരപരാധിത്വം ഞങ്ങൾക്ക് അറിയാമല്ലോ, മുത്തശ്ശനും മുത്തശ്ശിക്കും എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ളപ്പോൾ ഒന്നും സംഭവിക്കില്ല. ഞാനൊന്ന് പോയി അമ്മയെ കണ്ടേച്ചു വരാം എന്നും പറഞ്ഞുകൊണ്ട് ആദർശം അങ്ങ് പോവുക. ഈ സമയം നന്ദുവും കരയുമ്പോൾ, കരയണ്ട ആൻറ്റി,
എല്ലാം ശരിയാവും. എനിക്ക് പേടിയാ മോനെ. എൻ്റെ മോളുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ടെൻഷനാ. ഇനി അവളെ അനന്തപുരിയിലേക്ക് ഞാൻ വിടില്ല. എങ്ങനെയെങ്കിലും 7 മാസം ആയിക്കഴിഞ്ഞാൽ എൻ്റെ നവ്യമോളെയും കൂട്ടിക്കൊണ്ടുവരണം. എല്ലാവരും സന്തോഷമായിട്ട് നന്ദാവനത്തിൽ കഴിഞ്ഞോട്ടെ, അതാ നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനക നിലവിളിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ദേവയാനിയാണ്. വർഷത്തിന് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പുകളാണ്. അപ്പോഴേക്കും ആദർശ് അങ്ങ് ചെന്നു. ആദർശ് ചെന്നതും എന്താടാ എന്തെടുക്കുമായിരുന്നു ഇത്രയും നേരം? ഞങ്ങൾ വെളിയിലുണ്ടായിരുന്ന അമ്മയ്ക്ക് കരൾ തരാമെന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. അയ്യോ, അതെന്ത് പണിയാ കാണിച്ചേ? ഓപ്പറേഷത്തിന് കൊണ്ടുപോകുന്നതിന് മുമ്പ് ആ പെൺകുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് ഞാൻ ഡോക്ടറിനോട് പറഞ്ഞതാണല്ലോ. അതെ അമ്മേ, പക്ഷെ ആ പെൺകുട്ടി ഇവിടെ വന്നപ്പോൾ അമ്മ നല്ല ഉറക്കമായിരുന്നു. അയ്യോ, ഞാൻ എന്നിട്ട് കണ്ടില്ലല്ലോ മോനെ. എനിക്ക് ആ പെൺകുട്ടിയെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. എന്തോരം പ്രായമുള്ള കൊച്ചാ മോനെ? അത് ഒരു 10-25 വയസ്സുണ്ടാവും അമ്മേ. 10-25 വയസ്സേ ഉള്ളോ? അതെ അമ്മേ. പിന്നെ കല്യാണം കഴിഞ്ഞതാണോ മോനെ? കല്യാണം കഴിഞ്ഞതാ. മക്കളുണ്ടോ? ഇല്ല അമ്മേ, മക്കളൊന്നുമില്ല. ഓ പാവം. എന്തായാലും ആ വലിയ മനസ്സിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എന്തൊക്കെയായാലും എനിക്കും ഒരുപാട് ഇത് തോന്നുക, സങ്കടം തോന്നുക. ആ പെൺകുട്ടിയാണെങ്കിലും എന്നെ സഹായിക്കാനായിട്ട് വന്നല്ലോ. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ചെയ്തു തരാൻ പലരും മടിക്കുന്നതാ എന്നൊക്കെ പറയാണ്. അത് കേട്ടതും നമ്മുടെ ആദർശ്, അമ്മ നയനയുടെ പ്രായമുള്ള പെൺകുട്ടിയാ അമ്മയ്ക്ക് കരൾ വന്നത്. ഓ, അതിനിടയിലും നീ എന്തിനാടാ അവളുടെ പേരെടുത്ത് പറയുന്നത്? അത് പിന്നെ ഞാൻ പറഞ്ഞൊന്നേ ഉള്ളൂ അമ്മേ. നീ അതിനെക്കുറിച്ചൊന്നും എന്നോട് പറയണ്ട. എനിക്കത് കേൾക്കാനും താല്പര്യമില്ല. എന്തൊക്കെ ആയാലും ഒന്നേ ഞാൻ പറയൂ, നയനയുടെ പേരും പറയണ്ട, അവളെൻ്റെ മുന്നിലും വരരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. അവളെങ്ങനെ എൻ്റെ മുന്നിൽ വന്നാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. പിന്നെ അറിയാലോ, അവളെപ്പോലെ ഒരുത്തി കാരണമാണ് ഞാനിന്ന് ഇവിടെ ഇങ്ങനെ കിടക്കുന്നത്. എന്തിനാമേ വെറുതെ കാണാത്ത കാര്യം പറയുന്നത്? നീ ഒന്നും മിണ്ടണ്ട. നീ അതിനു വേണ്ടിയാണ് അവളെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. അവളെ സപ്പോർട്ട് ചെയ്ത് എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടി വന്ന് നിൽക്കുക. ഇറങ്ങിപ്പോടാ എന്നൊക്കെ പറയുകയാണ്. അത് കേട്ടതും അമ്മേ, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. ശരി, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിനൊക്കെ സഹായിച്ചോളാം. സാമ്പത്തിക ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടെങ്കിൽ അതും ചെയ്തു കൊടുക്കണം. അവർക്ക് ജോലി സംബന്ധമായ എന്തെങ്കിലും കാര്യം ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ജ്വല്ലറി തന്നെ ഒരു ജോലി ഏർപ്പാടാക്കി കൊടുക്കണം. അത് പിന്നെ അമ്മേ, അവർക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ആ പെൺകുട്ടിയുടെ ഭർത്താവ് ഒരു ബിസിനസ്സുകാരനാണ്. സ്വന്തമായിട്ട് സാമ്പത്തികമൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. അത് കേട്ടതും എന്നിട്ടും ആ കുട്ടിയെ കൊണ്ട് കരൾ പകത്ത് നൽകാൻ ആ ചെറുപ്പക്കാരൻ സമ്മതിച്ച മോനെ. ഇതൊക്കെ ചിലവരുടെ നല്ല മനസ്സാമേ. അത് മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക് മനസ്സുണ്ടായാൽ മതി എന്നൊക്കെ ആദർശ് പറയുകയാണ്. അത് കേട്ടതും ദേവേൻ ഇങ്ങനെ ആലോചിക്കുക. ഈ സമയം നമ്മുടെ ആദർശനോട് അതൊക്കെ തരും. എന്തായാലും നിന്റെ ഭാര്യയുടെ ബ്ലഡ് ഗ്രൂപ്പ് AB നെഗറ്റീവ് ആയിരുന്നെങ്കിൽ അവളെനിക്ക് കരൾ തരുമായിരുന്നോ? അവളെനിക്ക് ബ്ലഡ് തരുമായിരുന്നോ? അതൊക്കെ ഇങ്ങനെ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അവളൊന്നും തരാൻ തയ്യാറാവത്തില്ലടാ. എന്തായാലും ഇതൊക്കെ വെറും അവളുടെ അഭിനയമാണ്. ഇല്ലമ്മേ, അവൾ അമ്മയ്ക്ക് വേണ്ടി എന്തും ചെയ്യും. അത് കേട്ടതും പിന്നെ ഒന്ന് പോടാ, വെറുതെ അവളെ പറ്റി പുകഴ്ത്തി പറയാതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുക. എന്നാലും ആ പെൺകുട്ടിയെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കാണാൻ പറ്റില്ലല്ലോ. കാണണമെന്ന് തോന്നുമ്പോൾ ആ പെൺകുട്ടിക്ക് ശരിയായി കഴിയുമ്പോൾ അനന്തപുരിയിലേക്ക് വരാൻ പറയാം. അങ്ങനെ മതി മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കും. അപ്പോഴേക്കും ആദർശ് പോയി. ആദർശ് നേരെ നയനയുടെ അടുത്തേക്കാണ് പോകുന്നത്. നയനയെ ഓക്സിജനൊക്കെ ഇട്ട് കിടത്തിയിരിക്കുക. ഭയങ്കര ഇതായിട്ട് ആദർശ കാഴ്ച കണ്ട് കണ്ണ് നിറഞ്ഞ് കണ്ണുനീരൊഴുകുകയാണ്. പാവം എൻ്റെ നയന, അവൾ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്യുന്നു. എന്നിട്ടും എൻ്റെ അമ്മ ഒന്ന് സ്നേഹിക്കാൻ പോലും കൂട്ടാക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം നന്ദുവിനെയാണ് കാണിക്കുന്നത്. അമ്മേ, അച്ഛനെ വിവരം അറിയിക്കേണ്ട അമ്മേ. എങ്ങനെയാണ് മോളുടെ അച്ഛനെ വിവരം അറിയിക്കുന്നത്? മോളുടെ അച്ഛനെങ്ങാനും അറിഞ്ഞാൽ ഇവിടെ അതൊരു വലിയ പ്രശ്നമാവും. കാരണം അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ 2 പ്രാവശ്യം ഇതുപോലെ ICUവിന് മുൻപിൽ കൂട്ടിരുന്നതാ. അതുപോലെ ഇനി ഇരിക്കേണ്ടി വരും. എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല. അതുകൊണ്ട് വേണ്ട മോളെ, ഇപ്പം പറയണ്ട. വീട്ടിലേക്ക് കൊണ്ടുചെല്ലുമ്പോൾ ഗോവിന്ദേട്ടൻ അറിയട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഈ സമയം ആദർശ് വരണം. ആദർശ് കണ്ണുനീരും തുടച്ച് വരുന്നുണ്ട്. എന്താ മോനെ, എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ലമ്മേ. അമ്മ ഇരിക്കും. എനിക്കറിയാം മോൻ വീട്ടിൽ പോയിട്ട് വാ. ഇന്നലെ രാത്രി മുതൽ മോൻ ഉറക്കമുളച്ചിരിക്കുമല്ലേ? കുറച്ച് നേരം പോയി റെസ്റ്റ് എടുത്തിട്ട് വാ. ഇല്ല വേണ്ടമ്മേ, റെസ്റ്റ് എടുക്കാനൊന്നും പറ്റില്ല. എന്തായാലും വീട്ടിലേക്ക് പോകണം. കുറച്ച് ഡ്രസ്സുകൾ എടുക്കാനുണ്ട് എന്നൊക്കെ പറയുക. ഈ സമയം ആദർശനോട് എന്നാൽ ശരി മോനെ, പോയി എടുത്തിട്ട് വാ. അങ്ങനെ ആദർശം എടുക്കാൻ പോയിട്ട് തിരിച്ചു വരിക. പകുതി ദൂരം പോയിട്ട് അമ്മേ, ഞാൻ അവളെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. അവളെ വന്ന സമയത്ത് അടുക്കളക്കാരിയാക്കിയതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. ഇതിനൊക്കെ ഞാൻ എങ്ങനെ നിങ്ങളോട് മാപ്പ് പറയുമെന്ന് എനിക്കറിയില്ലമ്മേ. അത് കേട്ടതും
എന്തിനാ മോനെ മാപ്പ്? മോൻ മാപ്പൊന്നും പറയണ്ട. എനിക്ക് ഒരേ ഒരു കാര്യമുള്ളൂ. എല്ലാ ജോലികളും നയനമോൾ ചെയ്തോളും. അതൊക്കെ ചെയ്തു വരുമ്പോൾ അവൾക്ക് സന്തോഷിക്കാൻ ഒരിത്തിരി സ്നേഹം കൊടുത്താൽ മതി. അത് മാത്രമേ എൻ്റെ മോൾ ആഗ്രഹിക്കുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. അത് കേട്ടതും ഉണ്ടാവും അമ്മേ. ഇനി അവളുടെ ഇടവും വലവുമായിട്ട് ഞാൻ എപ്പോഴും ഉണ്ടാവും. ഇത് ഞാൻ അമ്മയ്ക്ക് തരുന്ന വാക്കാ. അത് കേട്ടതും കനകയ്ക്ക് ഒരുപാട് സന്തോഷമായി. മോനറിയോ, എൻ്റെ മോൾ ഒരുപാട് ത്യാഗം ചെയ്യാറുണ്ട്. എല്ലാവർക്കും വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് മോൾക്ക് സന്തോഷം കിട്ടാതിരുന്നത് മോളുടെ ഭർത്താവിൻ്റെ വീട്ടിലാണ്. പിന്നെ മോൻ പറഞ്ഞല്ലോ നയനമോളെ പോലെ ഒരു മോളെ കിട്ടിയത് എൻ്റെ പുണ്യമാണെന്ന്. അതെ, ഞാൻ ചെയ്ത പുണ്യം തന്നെയാണ്. ഞാനും നവ്യയും ആഡംബര ജീവിതം നയിക്കുമ്പോഴും അതെല്ലാം സാധിച്ചു തന്ന് ഞങ്ങളോടൊപ്പം നിന്ന് എൻ്റെ മോള് ഞങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് പേരെ സഹായിക്കാറുമുണ്ട്. അതൊന്നും ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ സങ്കടം. മോൻ്റെ വീട്ടിലെ പാതി ആൾക്കാരും എൻ്റെ മോളെ വാനോളം ഉയർത്തുമ്പോൾ പാതി പേരും അവളെ സങ്കടപ്പെടുത്തുന്ന രീതിയിലാണ് സംസാരിക്കുന്നതും പെരുമാറുന്നതും കാര്യങ്ങൾ പറയുന്നതും ഒക്കെ. അതുകൊണ്ടാണ് പറഞ്ഞത് മോനെ, വിഷമിക്കേണ്ട അമ്മ, എല്ലാം ശരിയാവും. നന്ദു നയനയെ ഞങ്ങൾ ഉള്ളം കൈ കൊണ്ട് നടക്കും. പിന്നെ ഞാനൊന്ന് ശബരിമലയ്ക്ക് പോയിട്ട് വന്നോട്ടെ. അയ്യപ്പസ്വാമി എല്ലാത്തിനും ഒരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. നയനയുടെ കാര്യത്തിൽ അയ്യപ്പസ്വാമിയാണ് ഇനി അടുത്ത തീരുമാനം എടുക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ആദർശ് അങ്ങ് പോവുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.